ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരെയാണ്. ഈശോ ഇന്നത്തെ ദിവസത്തിൽ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കട്ടെ. ഒരു പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്ന ഒരു രംഗം മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. പിശാചുകളെ പുറത്താക്കുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളെ സമയത്തിന് മുമ്പ് പീഡിപ്പിക്കുന്ന എന്തിനാ? അവസാനം അവർ പറയും, ഞങ്ങളെ പന്നികളിൽ പ്രവേശിക്കാൻ അനുവദിക്കും. ഈശോ അനുവദിക്കുന്നുണ്ട്. അത് കിഴക്കാൻ തൂക്കായ സ്ഥലത്തിലോട്ട് പാഞ്ഞു എന്ന് കടലിൽ മുങ്ങിച്ചാകുക പന്നികളൊക്കെ. ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹരമായി. ജനക്കൂട്ടമെല്ലാം കൂടി ഈശോനെ കാണാൻ വേണ്ടി വരിക. ജനക്കൂട്ടം പറയുന്നത് ഇപ്രകാരമാണ്. മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. ഈശോ വലിയൊരു വിടുതല കൊടുത്തേ, ഡെലിവറൻസ്. ഈ ഡെലിവറൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ജനക്കൂട്ടം ഈശോ പറയാണ്, നീ അതിർത്തി വിട്ടു പോകണം. എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യന് വലിയ നന്മയുണ്ടായിട്ടും അത് കാണാതെ അവിടെ ഉണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് അവർ വിലയിരുത്തുക. സുഹൃത്തേ, ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ദൈവം കടന്നു വരുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ചിലതൊക്കെ നഷ്ടമായെന്ന് തോന്നാം. യഥാർത്ഥത്തിൽ അത് നഷ്ടമാകണമെന്നില്ല. ഇവിടെ ഈ അത്ഭുതത്തിൽ, ഈ വിടുതലിൽ നഷ്ടമായിട്ട് അവർ കണക്കാക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ ജീവനുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നഷ്ടമല്ല. നിൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയില്ലെങ്കിൽ ചില ദൈവിക നന്മകളെ നെഗറ്റീവായിട്ട് നിനക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഇന്ന് ഈശോ നിന്നോട് പറയുക, നിൻ്റെ കാഴ്ചപ്പാടുകളെ ഈശോയ്ക്ക് വേണ്ട രീതിയിൽ ക്രമീകരിക്കണമെന്ന് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളും കൂപ്പിക്കുക. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കാഴ്ചപ്പാടുകൾ നൽകണം, എല്ലാത്തിലും നന്മ കാണുവാനായിട്ട് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ട നന്മകൾ, കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.